ഓം സദ്ഗുരുവേ നമോ നമ. നമ്മളിപ്പോൾ ഉള്ളത് ബാബാജി കേവിലാണ്. ഈ കാണുന്നതാണ് ബാബാജി 2000 വർഷത്തിലധികം തപസ് ചെയ്ത് ഇന്നും ചിരഞ്ജീവിയായി ജീവിച്ചിരിക്കുന്ന ബാബാജി കേവ് എന്ന് പറയുന്ന ബാബാജി ഗുഹ. ഇത് ദ്വാരകാഘട്ടിൽ നിന്നും ജൂനാഗിരി കഴിഞ്ഞ് ഏകദേശം 5 കിലോമീറ്ററോളം മുകളിൽ വരുമ്പോഴാണ് ഈ ബാബാജി കേവ് ഉള്ളത്. ബാബാജിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അദ്ദേഹം പറങ്കിപ്പേട്ടയിലാണ് ജനനം. ചിദംബരത്തിനടുത്തുള്ള പറങ്കിപ്പേട്ടയിലാണ്. അവിടെ നിന്നും അദ്ദേഹത്തെ വടക്കേ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വച്ച് ഒരു കൂട്ടം സന്യാസിമാർ ഇദ്ദേഹത്തെ കാണുകയും ഈ മഹാരാജിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി പ്രാഥമിക അധ്യാത്മികതയെല്ലാം പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ സൗത്തിലുള്ള 18 സിദ്ധന്മാരിൽ മൂത്ത ഗുരുവായ ശ്രീ അഗസ്ത്യമുനിയെ കാണാൻ പറഞ്ഞയക്കുകയും അഗസ്ത്യമുനിയുടെ പാദസ്പർശമായിട്ട് ആ മണ്ണിൽ വരികയും അഗസ്ത്യമുനി ഇദ്ദേഹത്തിന് ആകാശഗമനവും ക്രിയായോഗ ദീക്ഷയും പകർന്നു കൊടുക്കുകയും മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ശാശ്വത ശാന്തിയായ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഹിമാലയത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അവിടെ നിന്ന് ശ്രീ ലാഗിരി മഹാശയനെ കാണുകയും ലാഗിരി മഹാശയന് അത് പകർന്നു കൊടുക്കുകയും അതിൽ നിന്ന് യുക്തേശ്വര ഗുരുവിന് എത്തുകയും യുക്തേശ്വര ഗുരു യോഗാനന്ദജിയെ കാണുകയും യോഗാനന്ദജി ഈ മഹാവിദ്യ ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തു. ഇന്ന് 80 രാഷ്ട്രങ്ങളിൽ 2000 പരം ആശ്രമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഈ ക്രിയായോഗ ദീക്ഷ ഭാരതത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുകയാണ്. ആധ്യാത്മികതയിൽ സഞ്ചരിക്കുന്ന, ചിന്തിക്കുന്ന ഗുരുപരമ്പരയിൽപ്പെട്ട ഏതൊരു വ്യക്തിയും ഒരു പ്രാവശ്യമെങ്കിലും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ് ഈ ബാബാജി ക്യാൻറ്റ്. ഇത് റാണിക്കേത്, ഉത്തരാഖണ്ഡിലാണ്. റാണിക്കേത്, ദ്വാരകാഘട്ട്, ദുനാഗിരിയാണ് ഇതിൻ്റെ ബേസ് ക്യാമ്പ്. അവിടെ നിന്നും ബാബാജി ക്യാൻറ്റിലേക്കുള്ള വഴി നിങ്ങൾക്ക് യോഗദാസ സംഘത്തിൻ്റെ ആൾക്കാരുടെ ഇതിൽ തന്നെ ഉണ്ടാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ധ്യാനത്തിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ വീണ്ടും മല കയറി കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവർ തപസ്സിരുന്നതായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അതും ഗുരുപരമ്പരയിൽപ്പെട്ടത് തന്നെയാണ്. ബാബാജി അത് കണ്ടെത്തുകയും അവിടെ കുറേ കാലം തപസ്സനുഷ്ഠിക്കുകയും അതിനുശേഷമാണ് ഈ ഗുഹയിൽ വന്നു എന്ന് പറയുന്നു. ആ 5 കിലോമീറ്ററുള്ള ആ പാണ്ഡവ പാറയും ഇന്ന് അതിമനോഹരമായ ആശ്രമങ്ങളാൽ മുഖരിതമായിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളെ ടീം പോകാൻ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ഉത്തേജനത്തോടുകൂടി നമ്മൾ യാത്ര തുടരുകയാണ്. ഓം ചിന്താലീശായ പരം ഗുരുവേ നമോ നമഃ.